ആ ചെറിയ ഗ്രാമീണ ലോഡ്ജ് മുറിയിൽ അപ്പോൾ കടുത്ത നിശബ്ദതയായിരുന്നു. ജൂലിയൻ തൻ്റെ ക്യാമറ ലെൻസുകൾ അതീവ ശ്രദ്ധയോടെ വൃത്തിയാക്കുന്നു. മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന തെയ്യത്തിൻ്റെ ഐതിഹ്യങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ. ജനാലേക്കിൽ നിന്ന് നോക്കിയാൽ അകലെ കാവ് കാണാം. 20 വർഷങ്ങൾക്ക് ശേഷം ആ കാവിൽ തെയ്യം ഉണരുകയാണ്. ജൂലിയൻ പതുക്കെ മന്ത്രിച്ചു, 20 years, റിച്വൽ റിട്ടേണിംഗ് ആഫ്റ്റർ 2 decades. ആവേശവും ഒരൽപ്പം പരിഭ്രമവും അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഫ്ലാഷ് ലൈറ്റും ട്രൈപോഡും ബാഗിലാക്കി തെയ്യത്തിൻ്റെ ആ ചുവന്ന മുഖത്തെഴുതിയ ചിത്രത്തിലേക്ക് നോക്കി അയാൾ ആലോചനയിൽ മുഴുകി. പതുക്കെ അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് ജൂലിയൻ കണ്ണു തുറന്നു. സമയം പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു. കാവിൽ തെയ്യം തുടങ്ങിക്കാണുമെന്ന് കരുതി അയാൾ ക്യാമറയുമായി ഇരുട്ടിലേക്ക് ഓടി. പക്ഷെ കാവിലെത്തിയ ജൂലിയൻ സ്തംഭിച്ചുപോയി. അവിടെ ആരുമില്ല, കാതടപ്പിക്കുന്ന നിശബ്ദത മാത്രം. പെട്ടെന്ന് മരങ്ങൾക്കിടയിലെ ഇരുട്ടിൽ ഒരു രൂപം അയാൾ കണ്ടു. ഒരു തെയ്യം. അതിൻ്റെ ആഭരണങ്ങൾ തിളങ്ങുന്നുണ്ട്, പക്ഷെ ശബ്ദമില്ല. ഭയന്ന ജൂലിയൻ പിന്നോട്ട് മാറുമ്പോൾ കാല് തട്ടി വീണു. അയാൾ വിയർത്തു കുളിച്ചെഴുന്നേറ്റു. അതൊരു സ്വപ്നമായിരുന്നു. ജനാലയ്ക്ക് പുറത്ത് വെളിച്ചം വീണു തുടങ്ങിയിരിക്കുന്നു. ഒരു തുള്ളി വെള്ളം കുടിച്ച് അയാൾ ആശ്വസിച്ചു. അടുത്ത രാത്രി. കാവ് ഉത്സവലഹരിയിലാണ്. കത്തുന്ന തീവെട്ടികൾക്കും 100 കണക്കിന് ഗ്രാമീണർക്കും നടുവിൽ ജൂലിയൻ ആവേശത്തോടെ ഫോട്ടോകൾ എടുത്തു. തെയ്യം അയാളുടെ നേരെ ഓടി വന്നു. പെട്ടെന്ന് എല്ലാം മാറിമറിഞ്ഞു. ആൾക്കൂട്ടം അപ്രത്യക്ഷമായി. ചെണ്ടമേളം നിന്നു. ജൂലിയൻ വീണ്ടും ആ ഭയാനകമായ നിശബ്ദതയിൽ തനിച്ചായി. ദൂരെ നിന്ന് ആ തെയ്യം സാവധാനം അയാളുടെ നേർക്ക് നടന്നു വരുന്നു. ആ നിശബ്ദതയിൽ തെയ്യത്തിൻ്റെ കാൽച്ചിലമ്പ് ശബ്ദം മാത്രം അയാൾ കേട്ടു. തെയ്യം അയാളുടെ തൊട്ടടുത്തെത്തി കൈ ഉയർത്തി. നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ജൂലിയന് ശബ്ദം പുറത്തു വന്നില്ല. സാർ, എന്തുപറ്റി? പേടിച്ചു പോയോ? ആരോ മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ ജൂലിയൻ കണ്ണു തുറന്നു. ചുറ്റും ഗ്രാമീണരാണ്. തെയ്യം അവിടെ ഭക്തരെ അനുഗ്രഹിക്കുന്നു. ജൂലിയൻ പതുക്കെ ചോദിച്ചു, ദ സൈലൻസ്, വേർ ഇസ് ദ സൈലൻസ്? സാറ് ബോധം കെട്ട് വീണതാ. തെയ്യം അടുത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് തളർന്നുപോയി, ഒരു ഗ്രാമീണൻ പറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ ജൂലിയൻ തൻ്റെ ക്യാമറയിലെ ദൃശ്യം പരിശോധിച്ചു. അതിൽ തെയ്യം അയാളുടെ അടുത്തേക്ക് വരുന്ന ചിത്രമുണ്ട്. പക്ഷെ അതിൽ തെയ്യത്തിന് ചുറ്റും ജനക്കൂട്ടമുണ്ട്. തൻ്റെ ഉപബോധ മനസ്സിലെ പേടി സ്വപ്നമായി വന്ന് തന്നെ വേട്ടയാടിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി. അകലെ തെയ്യം ഉറഞ്ഞാടുന്നത് നോക്കി നിൽക്കുമ്പോൾ ജൂലിയൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഭയമല്ല, ആ വന്യമായ സൗന്ദര്യത്തോടുള്ള അടങ്ങാത്ത ബഹുമാനമായിരുന്നു.